കാല് പൊങ്ങിയിട്ടില്ല. ആ ഇപ്പൊ ശരിയായി. കാറിൻ്റെ അകത്ത് വെക്കുന്ന ബെഡ് മേടിക്കാനുണ്ട്, അത് മേടിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഡൂബെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. ഇവന് കാർ ക്യാമ്പിങ് വേണമെന്നല്ലേ പറയണേ. എന്നൊരു രാത്രി നീ കിടന്നുറങ്ങുമ്പോൾ അറിയാം. അപ്പൊ നമ്മുടെ കുഞ്ഞ് കുക്കിംഗ് സെറ്റപ്പ് ഒക്കെ അവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഒരു മസാല ഇല്ലടാ, ഒന്നും ഇല്ലടാ. ഇത് കഴിക്കാറുണ്ട്, ടേസ്റ്റ് ഉണ്ട്. അത് കാണുമ്പോ മസാല ഇല്ലാത്ത പോലെ തോന്നും, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. വേണമെങ്കിൽ അങ്ങനെ നമ്മുടെ ലിയപ്പൻ്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി നമ്മൾ വാട്ടർഫോളിൽ നിന്ന് ഒഴുകി ഇറങ്ങി വരുന്ന വെള്ളത്തിൽ കുളിക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് വാട്ടർഫോൾ ആ ഒരു ഭാഗത്താട്ടോ. ഇതാണ് കാർ പാർക്കിംഗ്. ഓക്കെ, എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വീക്കെൻഡിൽ വരാതിരിക്കുക, അത്യാവശ്യം ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ ഇന്ന് വന്നപ്പോഴത്തേക്കും വേറെ സംഭവം കിട്ടി. ഇതിൻ്റെ ഉള്ളിലും ആ ഒരു മെയിൻ സ്പോട്ട് എന്ന് പറഞ്ഞില്ല, മെയിൻ ഹൈലൈറ്റ് വാട്ടർഫോൾ. നമ്മൾ ആ വാട്ടർഫോളിൽ അങ്ങോട്ട് പോകാൻ നേരത്ത് കുറച്ച് നടക്കുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ നല്ല കിടിലൻ ആംബിയൻസ് ഉള്ള ടെൻറ്റ് സ്പോട്ടാട്ടോ. അവിടെ ഒരു 3-4 പേർക്ക് നമുക്കവിടെ ടെൻറ്റ് ചെയ്യാൻ പറ്റും. ചെറിയ ടെൻ്റ് ആയിരിക്കണം, ഒരു 2 person 3 person ടെൻറ്റ് വെച്ചിട്ട് നമുക്ക് പല പല സ്ഥലങ്ങളിലായിട്ട് ടെൻറ്റ് ചെയ്യാൻ പറ്റും. സൈഡിൽ അരുവി. വാ അടിപൊളി ഫീലായിരിക്കും. എന്തായാലും നമ്മളത് ട്രൈ ചെയ്യും. ഇപ്പോൾ നമ്മുടെ സമയം കളയാനുള്ള മണി 7:05 നമ്മളുടെ. പക്ഷേ ഇപ്പോഴും നമുക്ക് നല്ല വെട്ടം കിട്ടുന്നുണ്ട്. നമ്മള് നേരെ എന്തോടാ വേണ്ട അങ്ങോട്ട് പോവാ. അല്ല, എനിക്ക് ഇവിടെ ഒന്ന് ഇറങ്ങണം. നമ്മൾ ഇതിനും കൂടെ വന്നിട്ടുള്ള കേട്ടോ. നമ്മുടെ ഒരു നാട്ടിലുള്ള ഫ്രണ്ടും മോനും ഫാമിലിയൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ തന്നെ ആ ഒരു തണുത്ത വെള്ളത്തിൽ കുളിക്കണം അല്ലേ അപ്പൊ എന്താ പറയുക. ഇപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്ത് അത്യാവശ്യം ഒരു ഫാമിലിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം നമ്മളെന്തായാലും ഇവിടെ ഒരു ചെറിയൊരു സ്പോട്ട് ഉണ്ട്. അവിടെ നല്ലൊരു പാറയുടെ ഒരു പൂള് പോലത്തെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിനുമ്പോൾ അവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ അവരവിടെ ഇറങ്ങിയിട്ടില്ല. കാരണം അവൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവൻ കളിയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാനും മോനും ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ഡ്രസ്സ് മാറാനുള്ള സംഭവം ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഡ്രസ്സ് മാറുന്ന കൂട്ടത്തിൽ ഇവൻ അവിടെ ഒന്ന് ഇറങ്ങും അല്ലേ അപ്പൊ? ഇറങ്ങിക്കോ, നീ ഇറങ്ങിക്കോ, അങ്ങോട്ട് ഇറങ്ങാം. അവിടെ നിന്ന് ഡ്രസ്സ് മാറടാ. അവിടെ നല്ല സ്ഥലമല്ലേ, നല്ലൊരു ഹൈഡ് ആയിട്ടുള്ള സ്ഥലം പോലെ ഇരിക്കണേ. അതാണ് അപ്പൊ പറഞ്ഞത് മോനോട്. പോട്ടെ പോട്ടെ പോട്ടെ, അങ്ങോട്ട് പോട്ടെ. ആഴോണ്ടിട്ടേനെ പിന്നെ അതെ, തെന്നി വീഴരുത്. ആഴുണ്ടാവും. ഇതല്ലേ മറ്റേ നമ്മള് നേരെ കാലൊക്കെ ചവിട്ടി തെന്നിപ്പോവും, പാറലൊക്കെ അടിച്ചു വീണ അറിയാലോ. അല്ലെ എവിടെന്നാ മാറണ്ടേ? ഇത് നല്ല അടിപൊളി ഒരു പൂളിന്റെ സെറ്റപ്പ് ആട്ടോ ഇവിടെ. എവിടെന്നാ മാറണ്ടേ? ഇവിടുന്ന് മാറിക്കോ. ആ നോക്ക് പയ്യെ പയ്യെ നടന്നു നോക്ക്. അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളി ഹൈക്കിങ് വന്നിട്ട് നമ്മളുടെ കൂളാലിംഗോ വാട്ടർഫോൾ അവിടെ നമ്മൾ കുളിക്കുവാണ്. എടാ ബ്ലറായി പോയല്ലോ, തുടക്കട്ടെ ഒന്ന്. അപ്പോൾ അതെ നമ്മുടെ മൊബൈലൊക്കെ നനഞ്ഞിട്ട് ബ്ലറായി പോയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചൂടത്ത് നല്ല അടിപൊളി ഫ്രീസ് പോലത്തെ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കുവാണ്. പുറത്തെ ചൂട് കണ്ടാൽ നമുക്ക് വെള്ളത്തിന് ഇത്ര തണുപ്പുണ്ടെന്ന് നമുക്ക് വിചാരിക്കത്തില്ല. സൗണ്ട് ക്ലിയർ ആണെന്ന് അറിയില്ല.
നല്ല അടിപൊളി ഹൈക്കിങ് കഴിഞ്ഞിട്ട് നമ്മളിത് വന്നേക്കുവാണ്. പുറത്ത് ഇത്രയും ചൂടാണെങ്കിലും ഈ വെള്ളത്തിന് ഇത്രയും തണുപ്പുണ്ടാവുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഫ്രീസായിപ്പോയി അല്ലേ ഇപ്പം. നമ്മുടെ ക്യാമറ ഫോക്കസ് ഒന്നും ശരിയായിട്ടില്ല. കാരണം ഞങ്ങളിപ്പോൾ വെള്ളത്തിൽ കളിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഫോണിലോട്ടൊക്കെ വെള്ളം തെറിച്ച് വീണിട്ട് അതിൻ്റെ ആ ഒരു ഫോക്കസൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. തുടക്കാൻ തുണിയൊന്നുമില്ല. തുണി എടുക്കണമെങ്കിൽ മുകളിലോട്ട് ഇത്തിരി കയറണം. അവിടെയാണ് നമ്മുടെ മരക്കൊമ്പിലൊക്കെ ഡ്രസ്സൊക്കെ തൂക്കിയിട്ടേക്കുന്നത്, തോർത്ത് കാര്യങ്ങളല്ല. അപ്പോൾ ഇനി ഇതിന് താഴത്തൊരു സ്ഥലമുണ്ട്, അതാണ് മെയിൻ സ്ഥലം. പക്ഷേ അവിടെ എന്താ പറയുക, വേറെ ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ദീപം പറയണ അവിടെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പോകാമെന്ന് പറയണേ. അപ്പോൾ എന്തായാലും അവിടെയും കൂടെ ഇറങ്ങി മുങ്ങി ഇന്ന് കുളിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. കുളിക്കാം. നീ മുങ്ങിയാ? മുങ്ങ് ഇല്ലടാ. ഒന്നുകൂടി മുങ്ങാ. ബോഡി മുങ്ങിയില്ല, ബോഡി മുങ്ങി എങ്ങനെ മുങ്ങേ. കാല് പറഞ്ഞ കഴിച്ചോ. കുഞ്ഞാവള് കളിക്കുന്ന കളിക്കണേ. നീ വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങി കിടന്നേ, വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങി കിടക്കൂല, അങ്ങനെ കിടന്നേ. കിടക്കടാ. കാല് പൊങ്ങിയിട്ടില്ല. ഇപ്പൊ ശരിയായി. അങ്ങോട്ട് നിന്ന്, അങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് നീന്ത്. നീന്തടാ, നീന്തങ്ങോട്ട്. അങ്ങനെ പോണ്ട, നോർമലി നീന്തണ പോലെ നീന്ത്. നോർമലി നീന്തുന്ന പോലെ നീന്ത്. പോ അറ്റം വരെ പോ. അടുത്തോട്ട് താഴ്ത്തിട്ട് പോവാ, താഴ്ത്തു പോവാ. ഇതാണ് നമ്മുടെ മെയിൻ സ്പോട്ട് കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്ന ഫാമിലി കാര്യങ്ങളെല്ലാം പോയി. അപ്പോൾ നമുക്ക് കുറച്ച് പ്രൈവസി കിട്ടി. ഡീപ്പം പറയുവാണേ ഭാഗ്യമൊന്ന്. ഇത് അടിപൊളി സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ കഴുത്തിൻ്റെ അത്ര ആഴമുണ്ട് കേട്ടോ അവിടെ. നമുക്ക് നടന്നു നോക്കാം ഏതായാലും. അവിടെ കൊണ്ടുനോക്കാം. ആഴം കണ്ടു, ആഴം
അപ്പൊ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നില്ലേ? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി കയാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കയാക്കിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വിക്ലോയിലേക്ക് പോന്നു. വിക്ലോയിലേക്ക് നമ്മൾ പോകാത്തൊരു ഹൈക്കിംഗ് ഉണ്ടായിരുന്നിട്ട് നമ്മുടെ കൂളാലിംഗ് വാട്ടർഫോളിന്റെ സൈഡിൽ നിന്ന് നേരെ മുകളിലേക്ക് പോകുന്ന ഹൈക്കിംഗ്. അതൊക്കെ കഴിഞ്ഞിട്ട് ദേ ലിയപ്പനും ഞാനും കൂടി നമ്മുടെ അവിടുത്തെ വെള്ളച്ചാട്ടത്തിലും അരുവിയിലൊക്കെ ഇറങ്ങി മുങ്ങിക്കുളിച്ച് നല്ല അടിപൊളിയായി. ലിയപ്പന്റെ മൂക്കിൽ കൂടിയൊക്കെ വെള്ളം കയറി നല്ല സെറ്റായിരുന്നു അല്ലേ? അപ്പൊ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോണത്, ലിയപ്പന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കാർ ക്യാമ്പ് ചെയ്യണമെന്നുള്ളത്. അപ്പൊ അതിന്റെ കുഞ്ഞ് സെറ്റപ്പ് ഒക്കെ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ കാർ ക്യാമ്പിങ്ങിനുള്ള ഫുൾ സെറ്റപ്പ് നമ്മുടെ അടുത്തില്ല. ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള സാധനങ്ങൾ വെച്ചൊരു ചെറിയൊരു കാർ ക്യാമ്പിങ് കൂടി ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഇവിടെയല്ല ഗ്രേ സ്റ്റോണിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഗ്രേ സ്റ്റോൺ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം, എവിടെയാണെന്നും പറഞ്ഞുതരാം. കാരണം അവിടെ നല്ല അടിപൊളി ടോയ്ലറ്റ് ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഗ്രേ സ്റ്റോൺ സെലക്ട് ചെയ്യാനുള്ള കാരണം. പക്ഷേ ഇവിടെ ഈ ഒരു വ്യൂ പോയിന്റ് ഉണ്ടോ, നമ്മൾ വിക്ലോ കുളാലിംഗോ വാട്ടർഫോളും തിരിച്ച് വരുന്ന വഴിക്ക് ഒരു പാർക്ക് ഉണ്ടായിരുന്നു. ഒരു പാർക്കിൻ്റെ ബോർഡ് ഉണ്ട്. അങ്ങോട്ട് ചുമ്മാ വണ്ടി എടുത്ത് കയറ്റിയപ്പോഴത്തേക്കും നല്ല അടിപൊളി വൈബ്. നമ്മുടെ കാർ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പുറത്തേക്ക് കാർ വരാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആ കാർ ക്യാമ്പിങ് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ കാണിച്ചു തരാം. അതിനൊപ്പം തന്നെ നമ്മൾ ഒരു ചെറിയൊരു ന്യൂഡിൽസും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാനുള്ള പരിപാടിയുണ്ട്. അപ്പൊ നമുക്ക് ന്യൂഡിൽസ് ഒക്കെ കുക്ക് ചെയ്തല്ല. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ കാറിന്റെ ഒരു കിടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അല്ലേ? ആദ്യം നമുക്ക് കാർ സെറ്റ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യാം. ഓക്കെ. ഉറക്കം തലവേനൊക്കെ വരുന്നുണ്ട്. കാരണം വെള്ളത്തിൽ മുങ്ങിക്ക് ആദ്യമായിട്ടാണ് വെള്ളത്തിൽ അങ്ങനെ മുങ്ങിപ്പോയി മൂക്കിലോട്ടൊക്കെ വെള്ളം കയറി പോണേ. അതിനാണ് എന്റെ സൗണ്ട് കുറച്ച് ദിവസമായിട്ട് പോയിരിക്കണം. കാരണം ഇത്രയും ഇതായിട്ട് വന്നിട്ടില്ല. എന്റെ സൗണ്ട് ഫുള്ള് പോയിരിക്കണം. എന്ന് വെച്ചാൽ ഇവിടുത്തെ ക്ലൈമറ്റ് ചൂടും തണുപ്പും പിന്നെ മാറി മാറി വരുന്നതുകൊണ്ട് ഇപ്പൊ പിന്നെ തീർന്ന് വെള്ളത്തിൽ മുങ്ങി. ഇനിയിപ്പോൾ നാളെ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് അറിയില്ല. എനിക്ക് കോൾഡിന് നല്ല പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. ഇത് സൗണ്ടൊക്കെ പോയി അടിപൊളിയാണ്. ഇപ്പോൾ നേരെ നമുക്ക് കാറ് സെറ്റ് ചെയ്യാം. ഓക്കെ. അതെ, നമ്മുടെ കാർ സെറ്റ് ചെയ്യാൻ പോകണം. ഇപ്പോൾ ഞാൻ നമ്മുടെ മൊബൈൽ ലിയപ്പൻ്റെ കയ്യിലേക്ക് കൊടുക്കണം. ഇതാണ് നമ്മുടെ കാറ്, ഹോണ്ട ഷട്ടിൽ. അത്യാവശ്യം സ്പേസ്, 2 പേർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഡുവേക്ക് വിരിച്ച് കുറച്ച് സെറ്റപ്പ് ആക്കാൻ പോവാണ്. ലിയപ്പ ക്യാമറ പിടിച്ചോ. ഞാൻ അപ്പുറത്തോട്ട് വരട്ടെ. ഇത് നമ്മുടെ ഡുവേ അങ്ങോട്ടിരിക്കുക. ബെഡ് കാര്യങ്ങളൊക്കെ നമുക്ക് മേടിക്കാനുണ്ട്. കാറിൻ്റെ അകത്ത് വെക്കുന്ന ബെഡ് മേടിക്കാനുണ്ട്. അത് മേടിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഡുവേ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. ഇവന് കാർ ക്യാമ്പിങ് വേണമെന്നല്ലേ പറയണേ. ഇന്നൊരു രാത്രി നീ കിടന്നുറങ്ങുമ്പോൾ അറിയാം. വീട്ടിൽ കിടന്നുറങ്ങുന്നല്ലായിരിക്കും. ഇത് ഒരു വൈബല്ലേ. ഡുവേ നമ്മൾ വിരിച്ചു. ഇനി അടുത്തത് നമ്മുടെ അടിപൊളി നമ്മൾ പുതിയത് മേടിച്ച കാർ ക്യാമ്പിങ്ങിന് വേണ്ടി മാത്രം മേടിച്ച ഡുവറ്റല്ലല്ലോടാ, പുതപ്പ്. 2 പില്ലോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആമസോണിൽ ഒരു അടിപൊളി ബെഡ് നോക്കി വെച്ചിട്ടുണ്ട്. ഒരു പില്ലോ ഉണ്ടോ, ഇതിനു വേണ്ടി മേടിച്ചാണ്. കാറിൽ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ മേടിച്ച കേട്ടോ. ഇത് മേടിച്ചത് എവിടെ നിന്നാടാ, പെനിസിന്നാണോ ഡാൻസിന്നാണോ അറിയില്ല. ആൾഡിന്നല്ലേ മേടിച്ചത്. ഓക്കെ, ഇതാണ് നമ്മുടെ പുതപ്പ്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തണുപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇത് വിന്ററിൽ യൂസ് ചെയ്യുന്നതാണ്. എന്നാലും മേത്ത് ഇങ്ങനെ പുതച്ചെടുക്കുമ്പോൾ ഒരു സുഖമല്ലേ. ഡാൻസ് അല്ലേ? കൊറേ നാളായാലും വാങ്ങിച്ചിട്ട്. ഓക്കെ, ഇനി നിങ്ങളുടെ കാറിന് മുകളിലൊക്കെ എന്തൊക്കെ ഇരിക്കണം കാണിച്ചു കൊടുത്തേ. ഇത് ചെയറ്, ഇത് വേറെ വലിയ ചെയറ്, ഇത് ടേബിള്, ഇത് രാത്രി ചെസ് കളിക്കാനായിട്ട്. പിന്നെ അങ്ങനെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. സർപ്രൈസ് അതുകൊണ്ടെന്നാ ലൈറ്റ് പൊളി. ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് സെറ്റ് ചെയ്തിട്ട് കാണിച്ചാലോ. എന്താണെന്നറിയോ, ബാറ്ററി തീരാറായി. ഇനി കാറിൽ കണക്ട് ചെയ്യാൻ മാത്രമേ നമുക്ക് ബാറ്ററി കിട്ടത്തുള്ളൂ. പവർ ബാങ്ക് ഞാൻ വാങ്ങിച്ചു 2 ദിവസം മുന്നേ. അടിപൊളി പവർ ബാങ്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചിട്ടുണ്ടാ. അടുത്ത ദിവസം ഞാൻ ഷെയർ ചെയ്യാം എൻ്റെ വീഡിയോ. സൂപ്പർ പവർ ബാങ്ക്, ട്രാവലിങ്ങിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 25,000 കപ്പാസിറ്റി ഉള്ള പവർ ബാങ്കാണ്. അപ്പോൾ അത് ഞാൻ എന്താ പറയുക, ചാർജ് ചെയ്തിട്ടില്ല വീട്ടിൽ. അതുകൊണ്ട് മാത്രം
ഇപ്പോൾ മൊബൈലുള്ള ഇത് വെച്ചാൽ മൊബൈൽ തീരാറായി, ചാർജും തീരാറായി. ഇനി കാറിൽ കണക്ട് ചെയ്യണം. ഇതിൻ്റെ അകത്ത് ഡബിൾ എ ബാറ്ററിയുടെ മൂന്ന് ബാറ്ററിയാണ് വരുന്നത്. ഇത് ഈ സൈഡിൽ കൂടി ഇങ്ങനെ കിടക്കണം. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് എനിക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ കാർ ക്യാമ്പിങ്ങിൻ്റെ സെറ്റപ്പ്. ഒരു കുഞ്ഞു സെറ്റപ്പാണ്, വലിയ സെറ്റപ്പൊന്നും കാര്യങ്ങളായിട്ടൊന്നുമില്ല. അതെ, നമ്മൾ ഇനി കുറച്ച് സീരിയസ് സെറ്റൊക്കെ ഇട്ട് കൊടുക്കും. ഓക്കെ, അടുത്തത് നമുക്കിനി കുറച്ച് ന്യൂഡിൽസ് ഉണ്ടാക്കി കഴിക്കാനുള്ള പരിപാടി ഉണ്ട്. നമ്മുടെ ക്യാമ്പിംഗ് ചെയറും ടേബിളും കാര്യങ്ങളൊക്കെ മുകളിൽ സെറ്റാക്കിയിട്ടുണ്ട്. അതെല്ലാം ഈ ഒരു വ്യൂ പോയിന്റ് ഉണ്ടോ, ഇങ്ങോട്ടുള്ള വ്യൂ നോക്കി. ഇവിടെയാണ് നമ്മളിപ്പോൾ ഇതേ ന്യൂഡിൽസ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇനിയപ്പാ സെറ്റ് ചെയ്യട്ടെ. വേറൊരു സംഭവം അറിയാൻ കഴിഞ്ഞത് നമ്മുടെ കൂട്ടുകാരൻ നിതിൻ പറഞ്ഞ കേട്ടോ, നമ്മൾ രാത്രി ടെൻ്റൊക്കെ അടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ കംപ്ലീറ്റ് പ്രാണികൾ, ഇപ്പം തന്നെ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ വരുന്നുണ്ട്. കംപ്ലീറ്റ് പ്രാണികൾ നമ്മുടെ അടുത്തേക്ക് വരും. ഓഫ് ചെയ്തോ കാറിൻ്റെ ഉള്ളിൽ നിറച്ച് പ്രാണിയായിരിക്കും, നമുക്ക് തുറക്കാൻ പറ്റില്ല. അതേ വന്നിട്ടുണ്ട്, അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട്. ഓഫ് അത് അട്രാക്ട് ചെയ്ത് തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവർ ക്യാമ്പിങ്ങിനൊക്കെ പോയപ്പോഴത്തേക്കും ടെൻറ്റിൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് കുക്ക് ചെയ്യാനൊന്നും പറ്റില്ല. രാത്രി ആയപ്പോഴത്തേക്കും കംപ്ലീറ്റ് പ്രാണികളൊന്നും മേത്തൊക്കെ കടിച്ചാക്കി സീനായി പോയി. അതുകൊണ്ട് ലൈറ്റ് പോണതിന് മുമ്പളയോ കുക്കിംഗ് ഒക്കെ തീർത്ത് വെച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഓർമ്മയുണ്ട്. ഇന്നാണ്ട് പറഞ്ഞു, ഇന്നാവും കൂടെ ഉണ്ടായിരുന്നു, കയാക്കിങ്ങിന് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ കുക്കിംഗ് സെറ്റപ്പ് ഉണ്ടാക്കാൻ പോവാണ്. അത് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നില്ല, കാരണം വേറെ ഒന്നുമല്ല, മൊബൈൽ ചാർജ് ഇല്ല. നേരെ കൊണ്ട് മൊബൈൽ ചാർജ് ചെയ്യാനിട്ടിട്ട് കാറിപ്പോൾ നേരെ ഓണാണ്. എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ കുഞ്ഞ് കുക്കിംഗ് സെറ്റപ്പൊക്കെ അവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകണമെന്നല്ലേ അപ്പോൾ കുക്കിംഗ് നൂഡിൽസ് കുക്ക് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അബദ്ധം പറ്റി. നമ്മൾ നൂഡിൽസ് കുക്ക് ചെയ്യാനുള്ള പാത്രം എടുക്കാൻ പറഞ്ഞത്, പക്ഷേ നമ്മുടെ ഭാഗ്യത്തിന് അതെ എഗ്ഗൊക്കെ നമ്മൾ വർക്കാനുള്ള ഒരു പണി ഉണ്ടായിരുന്നു. അപ്പോൾ അത് മറന്നു പോയി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പദ്ധതി മാറ്റി. വേറെ ഒന്നുമല്ല, നമ്മൾ 2 കപ്പ് നൂഡിൽസ് വാങ്ങിച്ചിട്ടുണ്ട്. എടുത്തിട്ടത് ഇതൊരു സേഫ്റ്റിക്ക് വേണ്ടി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ട് ഭാഗ്യം. അതെ, അപ്പോൾ നമ്മൾ ഇതാണ് ഇപ്പോൾ കഴിക്കാൻ പോണത്. ഇത് മതി, ഇത് കഴിച്ചാൽ മതി. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു ട്രേ എഗ്ഗ് ഉണ്ട്, അതിനകത്ത് ഒരു 2, 3, 4 എഗ്ഗ് എടുത്ത് പുഴുങ്ങി അതും നൂഡിൽസും കൂടിയാണ് നമ്മൾ കഴിക്കാൻ പോണേ കേട്ടോ. അപ്പോൾ ഇവൻ്റെ ഫേവറേറ്റ് ആണെന്നാണ് പറയണേ. അപ്പോൾ എന്തായാലും കണ്ടോ, ഈ ഒരു ആംബിയൻസിൽ ഈ ഒരു സെറ്റപ്പ്, കാർ ക്യാമ്പിങ് എങ്ങനെയുണ്ട്? അടിപൊളി. ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും ലിയപ്പൻ്റെ ആഗ്രഹപ്രകാരം ഇന്ന് നമ്മൾ കാർ ക്യാമ്പ് ചെയ്യുവാണ്. അതിന് മുമ്പ് ഈ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് വൈബാക്കണം അല്ലേ ലിയപ്പ? നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. കമോൺ. എനിക്ക് ഇത്തിരി ദിവസം കഴിയുമ്പോ തൊണ്ടക്കും പനിയൊക്കെ വരും, എനിക്ക് തൊണ്ടനൊക്കെ വരും. ഓക്കെ, ഈ പ്രാണി ശല്യം 2 പോരെ? എനിക്ക് 2. അങ്ങനെയാണോ? ഒന്നങ്ങനെയാ. കട്ട് ചെയ്തിട്ട് നൂഡിൽസിലോട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. അടിപൊളിയായിരിക്കും മകനെ. പറഞ്ഞായി അപ്പൊ ശ്രദ്ധിച്ചില്ലടാ. എനിക്ക് ആ കാണുന്ന കസേരയാണ് ഇഷ്ടം. ഏത്? മറ്റേ കിങ് ക്യാമ്പ്. സൂപ്പർ കസേരല്ലേ, ലക്ഷറി. അത് ശരിക്കും ഹൈക്കിങ്ങിനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്നല്ലേ. ഇതുപോലെ കാർ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ വണ്ടിക്കൊക്കെ പോകില്ലേ, ട്രോളിയില് ക്യാമ്പിങ് ട്രോളിക്കില്ലേ, അതിലൊക്കെ വെച്ച്. ഒരു കാര്യം പറയട്ടെ, സാധനം ഇവിടെ ഫുള്ള് ഈച്ചയുണ്ട്. രാത്രി ലൈറ്റ് പോയി കഴിഞ്ഞാൽ പണി പാളി ഇവിടുത്തെ. ഇനിയിപ്പോ അത് പുഴുകട്ടെ. ഇതിനിടക്ക് വേറെ സംഭവം കാണിച്ച ഇത് കണ്ട. ഇത് ഡെക്കാത്തലോണിൽ ഞങ്ങൾ എന്തോ ആവശ്യത്തിന് പോയപ്പോൾ അല്ലേ, ഇവരെ സൈക്കിൾ നോക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും കണ്ടതാണ്. നല്ല അടിപൊളി ക്യാമ്പിങ്ങിനൊക്കെ കൊണ്ടുപോകാൻ പറ്റും നല്ല അടിപൊളി കോഫി മഗ്ഗാണത്. അപ്പം ഇതിലാണ് ഞങ്ങളിന്ന് കോഫി അടിക്കാൻ പോകുന്നത്, കോഫി കുടിക്കാൻ പോണത്. അടിപൊളിയല്ലേ? അടിപൊളി. ഇത് ട്രാവലിങ്ങിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, സെറ്റാണ്. ഈ കസേരല്ലേ പറഞ്ഞത്? ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേ കേട്ടാ. അടിപൊളി ചെയറാണ്. ഇതിനകത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് ഈ ഒരു ഫീൽഡിൽ, അതായത് നമ്മൾ അത് അന്യായ വെയിറ്റ് ആണ്. നല്ല വെയിറ്റ് ഉണ്ട്.
ഹൈക്കിങ്ങിന് ബാഗിൽ ചുമന്നുകൊണ്ട് പോകാൻ പറ്റില്ല. അങ്ങനെ വെയിറ്റ് ഒന്നും ഇല്ല, ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഹൈക്കിങ്ങിന് പോകുമ്പോൾ കൊറേ നടക്കേണ്ടി വരും. വേറെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ ബാഗിൽ. ബാക്ക് പാക്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയറല്ല. ഇതാണെങ്കിൽ പോലും ബാക്ക് പാക്കിൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പിന്നെ വെയിറ്റ് നിങ്ങൾക്ക് കുറയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഒരു 100 യൂറോ മേളിലുള്ള ചെയർ എടുക്കണം. അങ്ങനെയാണെങ്കിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, അന്യായ ക്വാളിറ്റിയും ആയിരിക്കും. 75 യൂറോക്കാറ്റ ഒരു ചെയർ ഉണ്ടായിരുന്നു അപ്പൊ ഡിക്കാത്ലോണില്, നല്ല റേറ്റ്. അപ്പോൾ കിലോസ് ഗിയറിൻ്റെ ഒരു ചെയർ ഉണ്ടായിരുന്നു. അത് 100 മേളിലാണ്, 100 യൂറോക്ക് മേളിലാണ്. ഇന്ത്യൻ മണി 10,000 രൂപ മേളിൽ ഒരു ചെയറിന്. പിന്നെ കുറച്ച് നമുക്കത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും പല രീതിയിൽ. അത് ചെയറൊക്കെ ഹീറ്റിംഗ് ഒക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ 150 യൂറോ മേളിലേക്ക് പോകും. പിന്നെ ചെയറിലൊക്കെ ഹീറ്റിംഗ് സിസ്റ്റം കാര്യങ്ങൾ, ലൈറ്റ് വെയിറ്റ്, ഹെവി ക്വാളിറ്റി. ഇതിനും ഈ റെഡ് കളർ ചെയറിനും അത്ര വെയിറ്റ് ഇല്ലെങ്കിലും ഇല്ലേ, ഇങ്ങനെ അത് കൊണ്ട് കുറെ നടക്കുമ്പോ ഭയങ്കര വെയിറ്റ് ആയിട്ട് മറ്റുള്ള സാധനങ്ങളും കൂടെ വരുമ്പോൾ, ബാഗിൻ്റെ അകത്ത് വേറെയും വരുമ്പോൾ ഇതും കൂടി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു വെയിറ്റ് തോന്നും ഒരു ചെയർ. ഇത് മാത്രമേ ഉള്ളൂ, അധികം സാധനങ്ങളൊന്നും നമുക്കില്ല എന്നുണ്ടെങ്കിൽ. ഹൈക്കിംഗ് എന്ന് പറയുമ്പോൾ ഹൈക്കിംഗ് ആണ്. ഹൈക്കിംഗ് പ്ലസ് ക്യാമ്പിങ് വരുമ്പോൾ നമുക്ക് വെയിറ്റ് ചുമന്നേ പറ്റൂ. ഞങ്ങൾ ഹൈക്കിംഗ് പ്ലസ് ക്യാമ്പിങ് ആണ് കേട്ടോ ചെയ്യണേ. ഇപ്പോൾ നമ്മൾ കാർ ക്യാമ്പിംഗ് ആണ്. കാർ ക്യാമ്പിംഗ് കഴിഞ്ഞ് അടുത്ത ടെൻറ്റിലേക്ക് നമ്മൾ പോകണം എന്നാണ് ആഗ്രഹം, ഇല്ലല്ലേ അപ്പാ? അതെ, മൗണ്ടൻ ടെന്റ് തിളക്കട്ടെ അങ്ങോട്ട് പൊളി. പിന്നെ ഈ ഒരു സ്റ്റൗ ഇതുപോലെ നമുക്ക് കാർ ക്യാമ്പിങ്, ടെൻറ്റ് ക്യാമ്പിങ്, കാറിലൊക്കെ പോയി എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഈ സ്റ്റൗ ഓക്കെയാണ്. പക്ഷേ ഹൈക്കിങ്ങിന് ഈ സ്റ്റൗ ഒട്ടും ഓക്കെ അല്ല. ഡിക്കാത്ലോണിൽ ഒരു അടിപൊളി സ്റ്റൗ ഇരിപ്പുണ്ട്. അതിന് 110 യൂറോയാണ് അതിൻ്റെ വില. അപ്പോൾ അതൊരെണ്ണം മേടിക്കണം. നമ്മളൊരു സ്റ്റൗ കണ്ടത്, അതിനകത്ത് പ്ലേറ്റും സ്പൂണും കപ്പൊക്കെ വരണ സ്റ്റൗ അല്ല, അത് കുക്കിംഗ് പോട്ടാണ്. അത് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് പ്ലേറ്റ്, ഗ്ലാസ് എല്ലാം ഉണ്ട്, സ്പൂണ്, ഫോർക്ക് എല്ലാം ഉണ്ട്. സ്റ്റൗ ഉണ്ടോ? സ്റ്റൗ ഇല്ല, സ്റ്റൗ സെപ്പറേറ്റ് ഉണ്ട്. ജെറ്റ് ഫയർ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. 100 സംതിങ് ആണ്. 2 മോഡൽ വരുന്നുണ്ട്. രണ്ടിന് രണ്ട് റേറ്റ് ആണ്. അതായത് അതിൻ്റെ സൈസ് വ്യത്യാസമുണ്ട്. ഞാനത് കണ്ടപ്പോ വിചാരിച്ചു സ്റ്റൗവും എല്ലാം കൂടി ഉള്ളായിരിക്കും വിചാരിച്ചു. അടിപൊളിയായിട്ട് തിളച്ചവരുണ്ട് കേട്ടാ. നമുക്ക് തിളക്കുമ്പോ അവിടെ ഇരുന്നാലേ ആ ചൂട് കിട്ടും. ഇവിടെ ഞാൻ കണ്ടില്ല, അടുത്തോന്നിരി കണ്ടില്ലേ. ഇവിടെ ഷൂ മറ്റേ വെള്ളത്തിലിറങ്ങിയപ്പോ മുങ്ങിപ്പോയി. അതെ, ഷൂ നിറഞ്ഞ് കുതിർന്നിരിക്കുവാണ്. ഞാൻ ഇവരൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് ചെന്നതുകൊണ്ട് ഫോട്ടോസ് എടുക്കാൻ പിടിച്ചെന്നാണ്. ഞാൻ അങ്ങനെ തന്നെ വെള്ളത്തിലോട്ട് പോയി. ഷൂ ഒക്കെ നിറഞ്ഞിരിക്കും, കാലൊക്കെ ഫ്രീസായി. എന്റെ വയറെങ്ങനെ ഉണ്ടല്ലേ? അപ്പൊ വയറ് കുറക്കണം. എന്റെ വയറാണ് കൂടുതലുള്ളത്. വയറ് ചാടി. ഇത്രയും വയറ് ഉണ്ടായിരുന്നില്ല എനിക്ക്. അപ്പൊ നൂഡിൽസിന്റെ വെള്ളമൊക്കെ തെളിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, അല്ലേ അപ്പാ? ഒന്നായിരുന്നേ അതേ വെട്ടി തിളക്കണം. ഓക്കെ, നമ്മളുടെ ബോയിൽഡ് ഒക്കെ റെഡിയാണ്. നമ്മുടെ കപ്പ് നൂഡിൽസ് ഇവിടെ കാണിച്ചേക്കണ എന്താണ്, ഇങ്ങനെ ക്യാമ്പിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ. അത് കൊള്ളാലോ. ഫ്ലൈറ്റ്, ക്യാമ്പിങ്, ഹൈക്കിങ്. അപ്പൊ നമ്മ മേടിച്ച സാധനം തെറ്റായില്ല. അത് അറ്റ് വർക്ക് അല്ലേ? റെഡി ആയിക്കോ. ഇതിന്റെ ആള് ലിയപ്പനാണ്. കത്തി കൊണ്ട് കത്തിച്ചു മുറിഞ്ഞു. വേസ്റ്റ് എപ്പോഴും കയ്യിലേക്ക് വന്നേക്കാം. അപ്പോൾ കാറിലേക്ക് വെച്ചേക്കാം. വേസ്റ്റ് ഒന്നും കൊണ്ടിടണ്ട. അങ്ങനെ ചെയ്യണോട്ടെ പോലെ എപ്പോഴും വേസ്റ്റ് ഒന്നും വലിച്ചവരി ഇടരുത്. പയ്യെ ആകെയുള്ള പാപ്പമാണ് നമ്മുടെ. ഇങ്ങനെ ചെറിയ വെജിറ്റബിൾസ്, ഫ്രൈഡ് വെജിറ്റബിൾസ്. പൊട്ടിച്ചത് ഫസ്റ്റ് വെള്ളം ഒഴിച്ചാ പോരെ? എല്ലാം പൊട്ടിച്ചിട്ട് തന്നെ വെള്ളം ഒഴുകി. ചെയ്യാൻ പാടാണ്. കത്രിയുണ്ട്, എടുത്തായിരുന്നു കത്രികൻ്റെ അത്. അത് തരുമെന്നാ? എവിടെ ഒരു വഴിക്ക് പോണല്ലേ, അതുകൊണ്ട് ഞാൻ എടുത്ത്. കുറച്ച് കട്ട് ചെയ്ത്, ഫുള്ള് കട്ട് ചെയ്ത് കളയണ്ട. ഫുള്ള് കട്ട് ചെയ്യാ. ഇത് രണ്ട് സെപ്പറേറ്റ് ആണ്, വേറെ വേറെയാണത്. എടുക്കണേ. എന്താണ് ഇത്? വേറെ വേറെ സംഭവമാണ്. ഓക്കെ. ഇത്
ഇതിടാൻ മറന്നാനെ. എനിക്ക് തോന്നുന്നു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടേ. ഗ്ലാസ്സിൽ കഴിക്കാനാ? അല്ല, ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അളന്നൊഴിച്ചാൽ മതി. അപ്പൊ വെള്ളം കൂടുതൽ ഒഴിക്കൂല്ലോ. ആണല്ലേ? ഓക്കെ. നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളം കൊണ്ടുവന്നതാണ്. ഞങ്ങൾ പുറത്തുനിന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാന്നൊക്കെ വിചാരിച്ചു, ഇഡ്ഡലിയിൽ നിന്ന് അവിടെ നിന്നെങ്കിലും വാങ്ങിക്കാന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ മറന്നുപോയി. അപ്പോൾ ഈ വെള്ളം ഫുള്ള് തീർന്നു. അപ്പോൾ ഇതേപോലത്തെ 3 ഗ്ലാസ്സിലാണ് നമ്മൾ വെള്ളം തിളപ്പിച്ചേക്കുന്നത് കേട്ടോ. ഇനിയും കൂടുതൽ തിളച്ചിട്ടുണ്ട്, ഉള്ള വെള്ളമൊക്കെ തീരും. അങ്ങോട്ട് ഓഫ് ചെയ്യാം. അതെ, ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റ്. അതെങ്കിതാ പോക്കറ്റിട്ടേക്കാം. ഇല്ല പയ്യെ ഒഴിക്കാൻ. മൂടി തുറന്നാൽ അങ്ങോട്ട് പോകരുത്. മൂടി അങ്ങനെ വെച്ച് ചോദിച്ചു. അപ്പോൾ വെള്ളം പോണ കാണാൻ പറ്റും. ആ എഗ്ഗിൻ്റെ അടുത്ത് നോക്ക്. കൂടുതൽ ഒഴിക്കണ്ട. ഇവിടെ ഒരു ലൈൻ പോലെ ചെറുതായിട്ട് വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ലേ, ഒരു പാട് കണ്ടോ? ലൈൻ ഉണ്ടല്ലേ, ചുറ്റും റൗണ്ട് ലൈൻ ഉണ്ട്. ഒഴിച്ചു മതി 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 മതിയടാ. കൂടി ഇല്ല, എത്രയും വേണം. നമ്മുടെ കപ്പ് നൂഡിൽസ് ഒക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓ ഒരു മസാല ഇല്ലടാ, ഒന്നും ഇല്ലടാ. ഇത് കഴിക്കാറുണ്ട്. ടേസ്റ്റ് ഉണ്ട്. അത് കാണുമ്പോ മസാല ഇല്ലാത്ത പോലെ തോന്നും, പക്ഷെ ടേസ്റ്റ് ഇല്ലേ? അടിപൊളി നൂഡിൽസ് കേട്ടോ. അടിപൊളി ഫ്ലേവർ. എടാ വീഡിയോയിൽ വെട്ടോണ്ടാ, കാണാൻ പറ്റണ്ട. മുട്ടത്തലകൾ അടിപൊളിയായില്ലേ? ഇനി എന്താ നീ പറഞ്ഞത്? എഗ്ഗ് ഇടണുണ്ട് തൊട്ട്. 2 എടുത്തോട്ടാപ്പാ. ഒരാൾക്ക് 2 അല്ലേ? ഓക്കെ. ഇനി എഗ്ഗും കൂടി ഇങ്ങനെ കുത്തി പൊട്ടിക്കുക. ഇത് വെള്ളം ഉണ്ടാവും ഇങ്ങനെ? വെള്ളമുള്ള ടൈപ്പാണെന്നോ? ആണോ? കൊള്ളൂല? അടിപൊളി ടേസ്റ്റോടാണ് പറഞ്ഞത്. ഈ വെള്ളം കുടിക്കുകയും ചേട്ടാ നമുക്ക്. ആഹാ, നല്ല സൂപ്പ് കുടിക്കണ പോലെ. സൂപ്പ് ഉണ്ടാക്കാന്നായിരുന്നില്ലേ പ്ലാൻ? തീരമല്ല നീയപ്പം കൊതിച്ച് പണ്ടാറടങ്ങി നിൽക്കുവാണ്. ക്യാമറമാന്റെ ഒക്കെ അവസ്ഥ നോക്കി പല്ല് കടിക്കുന്നുണ്ട്. നീയപ്പം അധികം കഴിക്കുവാ. നൂഡിൽസ് സൂപ്പറായിട്ടല്ലേ അപ്പാ? നമുക്ക് എപ്പോഴും ഇതുപോലത്തെ ക്യാമ്പിങ്ങിനൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ നൂഡിൽസ് അത് എഴുതിയിട്ടുണ്ട്. ക്യാമറയിലൊക്കെ നോക്ക്. നീ എപ്പം കഴിച്ചോളൂ. നീ ഇരുന്നോ. ലിയപ്പന്റെ ഫസ്റ്റ് ക്യാമ്പിങ് ആട്ടത്. അവൻ ഫസ്റ്റ് ക്യാമ്പിങ് ആണ് അവന്റെ ലൈഫില്. ആദ്യമായിട്ട് കാറി കിടന്നിറങ്ങാൻ പോവാണ് അല്ലേ? അതെ, അതാണ്. എന്താ പെട്ടെന്നല്ലേ? ഇത് കപ്പ് നൂഡിൽസ് അല്ലേ? പെട്ടെന്നാവും. ഞാൻ വീട്ടിലിങ്ങനെ മൈക്രോവേവിൽ ഇങ്ങനെ ജസ്റ്റ് ചൂടാക്കും. പോകും അങ്ങനെ കിടന്ന് പോകും പോലെ. സൂക്ഷിക്കണം. എഗ്ഗില്ല ഈ സമയത്തൊക്കെ നമ്മൾ റിസ്ക് എടുക്കരുത്. കൈ കൊണ്ട് തന്നെ എടുത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുത്തില്ല. ഫോർക്കിലൊക്കെ കുത്തിയോ എഗ്ഗ് താഴത്തേക്ക് ചാടിപ്പോലെ അവസ്ഥ. അതാണ് സേഫ്. ചൂടൊന്നുമില്ല. നീ കഴിച്ചു പൊളിയല്ലേ? വിശന്നിരിക്കണെന്നാണെന്ന് പറഞ്ഞൂടാ. നല്ല ടേസ്റ്റ്. അതാണ്. ഇപ്പൊ നല്ല ചോറും മീൻകറിയും കഴിക്കാൻ. അതെ, ക്യാമ്പിങ്ങിനോ ഇങ്ങനെയൊക്കെ തന്നെ പറയണം. ഒരു പൊതിച്ചോറുണ്ടായിരുന്നെങ്കിൽ അല്ലേപ്പ? പൊതിച്ചോറ്, മീൻ വറുത്തത്, നല്ല അയില വറുത്തത്, നല്ല മുട്ട പൊരിച്ചത്, നല്ല ബീഫ്, ഒരു 2-3 ബീഫ്, ഒരു ബീഫ് ഫ്രൈ, ഒരു മീൻ കറി. നമുക്ക് പൊതിച്ചോറ് കേട്ടോ നല്ല അടുത്ത പ്രാവശ്യം. ഞാൻ ഐഡിയ പറയട്ടെ. പൊതിച്ചോറിന്റെ വീഡിയോ വെക്കാം. അല്ല, കുക്കിംഗ് വൈബ് നമുക്ക് കിട്ടത്തില്ല. ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കുന്ന രസമല്ലടാ. അതെ.